പ്രിയപ്പെട്ടവരെ, സമയം 9:15. പ്രിയപ്പെട്ടവരെ, ഒരു സിനിമാ ചിത്രീകരണം ഒരു നാടിനുണ്ടായ പൊല്ലാപ്പിലേക്കാണ് ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. അജസുന്ദരി എന്ന സിനിമാ സംഘം കോഴിക്കോട്ടെ വിലങ്ങാട് നാട്ടിലെ കടകൾക്ക് നൽകാനുള്ളത് ലക്ഷങ്ങളുടെ കുടിശ്ശികയാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് 3 മാസമായി, പണം കൊടുത്തില്ല, വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. വ്യാപാരികളുടെ പരാതിയുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അജസുന്ദരി ഫ്രോഡാണോ? അജസുന്ദരി ദ ഗോട്ട് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് പേർ വരികയും അവർ 3-4 മാസം താമസിക്കുകയും അവർ കടയിൽ നിന്ന് ചിക്കനും ബീഫും താറാവും നാടൻ കോഴിയും നാടൻ മുയലും താറാവ് മുട്ടയും ഇതെല്ലാം വാങ്ങിപ്പോവുകയും ഭീമമായൊരു സംഖ്യ 1,00,000 ചില്ലാൻ രൂപ എനിക്ക് മാത്രം ബാലൻസ് വയ്ക്കുകയും ഇപ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നില്ല. അവരുമായി ബന്ധപ്പെട്ട ബിജു കടവർ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറെ വേറൊരാൾ മുഖാന്തരം ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ഇതിൽ നിന്ന് പിന്മാറുന്ന ഒരു കോളത്തിലേക്കാണ്. ഇവിടെ വേറൊരു ക്യാൻസർ പേഷ്യൻ്റ് മനോജ് എന്ന് പറയുന്ന ഒരു മൂപ്പർക്ക് 47,000 ചില്ലാൻ രൂപയും പാലും തൈര് മേടിച്ച വകയിൽ ഒരു 42,000 രൂപയും തേങ്ങ മേടിച്ച വകയിൽ ഒരു 14,000 രൂപയും കൊടുക്കാനുണ്ട്. ഭീമമായൊരു സംഖ്യ. ഇപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കിഡ്നി മാറ്റിവെച്ചൊരു പേഷ്യൻ്റാണ്. ഇതിൽ കൂടുതലുള്ള ഒരാൾ ക്യാൻസറിന് തുടർ ചികിത്സ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ സാമ്പത്തികത്തിൽ എൻ്റെ കട തന്നെ നിർത്തേണ്ട ഒരു കോളത്തിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 4-5 മാസം മുമ്പാണ് വെലങ്ങാട് ഉരുൾപൊട്ടലിന് ശേഷം ഒരു സിനിമാ ഷൂട്ടിങ്ങുമായിട്ട് മനു ആൻ്റണിയും അതുപോലെ തന്നെ ജോജു ജോർജ് ടീമുകൾ, ആഷിക് കപൂർ ടീം ഇവിടെ എത്തിയത്. ഇവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഇവിടെയുള്ള പല വ്യാപാരികൾക്കും 1,00,000 മുകളിൽ കൊടുക്കാനുള്ള ബെന്നി എന്ന് പറഞ്ഞൊരു ചിക്കൻ സ്റ്റാൾ നടത്തുന്ന ഒരാളുണ്ട്. അതുപോലെ തന്നെ അങ്ങാടിയിൽ മിൽമ ബൂത്ത് നടക്കുന്ന അപ്പച്ചന് ഒരു 50,000 രൂപയോളം കിട്ടാറുണ്ട്. മുകളിൽ തേങ്ങാക്കട നടക്കുന്ന തോമാച്ചൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഉരിച്ച തേങ്ങ അവരുടെ മെസ്സിലേക്ക് വാങ്ങി പൈസ കൊടുക്കാനുണ്ട്. ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം നിരവധി തവണ ഇവരെ വിളിച്ചെങ്കിൽ ഇവരാരും ആദ്യ നാളുകളിലൊക്കെ ഫോണൊക്കെ എടുക്കുമായിരുന്നു. പിന്നീട് ഫോൺ എടുക്കാതെയായി. ഇപ്പം ഒരു അഡ്രസ്സും ഇവരെ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ നാളെ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വളയം സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്തേർപ്പാടാണ് ഒരു സിനിമാ ഷൂട്ടിങ്ങിന് വേണ്ടി എത്തുക. അജസുന്ദരി എന്നായിരുന്നു ആ സിനിമയുടെ പേര്. എന്നാൽ നാട്ടിലുള്ള വ്യാപാരികളെ മുഴുവൻ പറ്റിച്ചിട്ട് കടന്നു കളയുക എന്നതാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അജസുന്ദരി ഫ്രോഡ് സുന്ദരിയാണെന്നാണ് തോന്നുന്നത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. നമുക്കിപ്പം അഭിജിത്ത്, ഗുഡ് മോർണിംഗ് അഭിജിത്ത്. വല്ലാത്തൊരു കഥയായി പോയി അല്ലേ? ഒരു സിനിമാ ചിത്രീകരണത്തിന് വന്നിട്ട് പാവപ്പെട്ട മനുഷ്യർ, അതും ക്യാൻസർ പേഷ്യൻ്റ് അടക്കമുള്ള ആൾക്കാരിവിടെ കടയിട്ടുകൊണ്ടിരുന്നതാണ്. അവരുടെ അടുത്ത് നിന്ന് താറാമുട്ട, ബീഫ്, ആവശ്യത്തിന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് 1,00,000 രൂപയോളം ഒക്കെ ഓരോരുത്തർക്കും കൊടുക്കാനുള്ളതാണ് പറയുന്നത്. എന്നിട്ടിപ്പോൾ അവരെ ഫോൺ വിളിച്ചാൽ എടുക്കുന്നുമില്ല. ഈ സിനിമ റിലീസായ സിനിമയാണോ, ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇരിക്കുന്ന സിനിമയാണോ? ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഈ സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? 4 പേര് കാണാൻ കൊള്ളാവുന്ന സിനിമയാണോ അഭിജിത്ത്? എന്നിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത് അഭിജിത്ത് ഇതിൽ? അരുൺ, ഗുഡ് മോർണിംഗ്. ആദ്യം ഈ വിലങ്ങാട് ടൗണിനെ കുറിച്ച് പറയാം. ഒരു മലയോര ഗ്രാമമാണ്. 2024 വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടാകുന്ന അതേ സമയത്ത് ഉരുൾപൊട്ടലുണ്ടായ ഒരു നാടാണ് വിലങ്ങാട്. ഈ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറി. പലർക്കും അവരുടെ കൃഷിസ്ഥലങ്ങൾ നശിച്ചുപോയി, അവരുടെ കടകൾ നശിച്ചു, വീടുകൾ നശിച്ചു, ഇവിടെയുള്ള റോഡുകളൊക്കെ തന്നെ നശിച്ചു. അങ്ങനെ അവരിങ്ങനെ അതിജീവനത്തിൻ്റെ പാതയിലാണ് അരുൺകുമാർ. അതിനിടയിലാണ് ഏതാണ്ട് ഒരു 5 മാസം മുൻപ് ഈ നാട്ടിലേക്ക് സിനിമാ ഷൂട്ടിങ്ങിനായി, അജസുന്ദരി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി ഒരു സംഘം ആ സിനിമയുടെ അണിയറ പ്രവർത്തകരെത്തുന്നത്. നാട്ടുകാരെ സംബന്ധിച്ച് വലിയ കൗതുകമാണ്. അവർ ആദ്യമായാണ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കാണുന്നത്. അങ്ങനെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു. പ്രമുഖർ തന്നെയാണ്. അതായത് മനു ആൻ്റണിയാണ് ഈ സിനിമയുടെ സംവിധായകൻ. ജോജു ജോർജാണ് ഇതിലെ പ്രധാന താരം. ഒപ്പം തന്നെ ആഷിക് കപൂറിൻ്റെ പ്രൊഡക്ഷനിൽ ഒരുങ്ങുന്ന ഒരു സിനിമ കൂടിയാണ്. അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഏതാണ്ട് 5 മാസം മുൻപ് ഇവിടെ ആരംഭിക്കുന്നു. അങ്ങനെ ഈ താരങ്ങളൊക്കെ ഇവിടേക്ക് എത്തുന്നു. ആ സമയത്താണ് ഇവിടെയുള്ള കടകളിൽ നിന്ന് ഈ സിനിമയുടെ ആവശ്യത്തിനായി ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചി വാങ്ങുന്നു, അങ്ങനെ പച്ചക്കറി വാങ്ങുന്നു, തേങ്ങ വാങ്ങുന്നു, അങ്ങനെ പല വ്യഞ്ജനങ്ങൾ വാങ്ങുന്നു. അങ്ങനെ വലിയ അളവിൽ ഈ കടകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. മറ്റൊരു കാര്യം അരുൺകുമാർ, ഈ കടകളൊക്കെ തന്നെ പലരും ഈ ഉരുൾപൊട്ടലിനെയൊക്കെ അതിജീവിച്ച് വ്യാപാരി സമിതിയുടെയൊക്കെ സഹായത്തോടു കൂടിയൊക്കെ ഉണ്ടാക്കിയെടുത്ത കടകളാണ്. പലരുടെയും സഹായം കൊണ്ടൊക്കെ അവർ ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരൊക്കെയാണ്. അതിൽ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ രോഗികളുണ്ട്. അങ്ങനെ അവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു. പക്ഷേ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് അവർ മടങ്ങിയിട്ട് മാസങ്ങളായിട്ടും ഇതുവരെ അവർക്ക് ഈ പണം തിരികെ കൊടുത്തില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. 1-2 രൂപയൊന്നുമല്ല, പലർക്കും ലക്ഷങ്ങളാണ് ലഭിക്കാനുള്ളത്. 1.5 ലക്ഷം രൂപയൊക്കെ ലഭിക്കാനുള്ളവരുണ്ട്. നമുക്ക് അതിൽ 1.5 ലക്ഷം രൂപ ലഭിക്കാനുള്ള ബെന്നിച്ചേട്ടൻ ഒരു കിഡ്നി പേഷ്യൻ്റാണ്. അപ്പം മനോജേട്ടൻ്റെ കടയിൽ നിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. മനോജേട്ടനും ലഭിക്കാനുണ്ട്. അദ്ദേഹം ഒരു ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ്. മനോജേട്ടൻ എത്ര രൂപ കിട്ടാനുണ്ട്? എനിക്കിപ്പോൾ 54,000 രൂപ കിട്ടാനുണ്ട്. ഇനി പല പ്രാവശ്യമായിട്ട് ആദ്യമൊക്കെ കൃത്യമായിട്ട് പൈസ തരുമായിരുന്നു. അവസാനം ആയിക്കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഇത് പോകുന്നതിൻ്റെ
ഒരാഴ്ച ആയിട്ട് മേടിച്ച പൈസയാണ് ഈ 54,000 രൂപ. ആ പൈസ മുഴുവൻ പെൻഡിങ് ആക്കിയിട്ടാണ് അവർ പോയത്. എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിയത്? പച്ചക്കറി, അരി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. പിന്നെ അവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇറച്ചി ഒഴിവാക്കി ബാക്കി എല്ലാ സാധനങ്ങളും എൻ്റെ കടയിൽ നിന്നാണ് വാങ്ങുന്നത്. ബെന്നിച്ചേട്ടൻ എത്ര രൂപ ഇട്ട്? എനിക്ക് 1,00,000 ചില്ലാൻ രൂപ കിട്ടുന്നുണ്ട്. 1,00,000. ഈ ഇറച്ചി വാങ്ങിയൊക്കെ? ഇറച്ചി കോഴി മേടിക്കലുണ്ട്, ബീഫ് മേടിക്കലുണ്ട്, നാടൻ കോഴി, താറാവ് മുട്ട, അവർ പറയുന്ന എല്ലാ സാധനങ്ങളും കൃത്യസമയത്ത് എത്തിച്ചു കൊടുത്തതാണ്. പക്ഷേ നമ്മൾക്ക് ഇത്രയും കോടികൾ മുടക്കിയിട്ടൊരു സിനിമ ചെയ്തിട്ട് നമ്മളെപ്പോലുള്ള പാവങ്ങളെ ഇവർ വഞ്ചിച്ചിട്ട് പോകുന്നത് നമുക്കറിയില്ലായിരുന്നു. കാരണം കോടികൾ മുടക്കി ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് ലക്ഷങ്ങൾ തന്നിട്ട് ബാക്കി വെച്ചിട്ട് ഇവർ പോകാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു കാരണം നമുക്ക് മനസ്സിലാവുന്നില്ല. മറ്റൊരു ടീമിനെ ഏൽപ്പിച്ചാണോ? ഒരു ടീമിനെ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി സിനിമയുടെ ടീം ഏൽപ്പിച്ചാണോ? അവർ ആരുടെ പേരിനായിരുന്നു നമ്മുടെ ഇന്നലെ പോയ ഒരാൾ കൂടി ഉണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? ജോർജ് ജോസ്. ജോർജ് ജോസ്. ചേട്ടനും പൈസ തരാനുണ്ടോ? എന്താ സംഭവിച്ചത്? അവർ ഈ സിനിമാക്കാർ വേറൊരു ടീമിനെ ഏൽപ്പിച്ച അവർ ആദ്യമേ വരുമ്പോണ്ടല്ലോ പൈസകളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നു. പൈസ തന്നിട്ടാണ് വാങ്ങുന്നത്. പിന്നെ 3-4 മാസമായല്ലോ, നേരത്തേക്ക് അവർ പിന്നെ കടം വാങ്ങാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇന്നല്ലേ നാളെ കയറും, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ കയറും. അപ്പോൾ ചോദിക്കുമ്പോൾ പറയും കയറിയില്ല എന്ന് പറയും. അങ്ങനെ കയറിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയി. പിന്നെ എനിക്ക് 1,02,000 രൂപ തരാനുണ്ടായിരുന്നു. അതിനകത്ത് ഈ അവസാനമാകുമ്പോൾ 46,000 രൂപ കഴിച്ച് ബാക്കി തന്നു. ചേട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങിയത് പാല്, ഗ്യാസിൻ്റെ ഇതുണ്ട്, അത് മലബാർ ഗ്യാസുകാരെയാണ്. ആ ഗ്യാസ് അവർ പൈസ തരികയല്ല, അവർക്ക് പൈസ നമ്മൾ കൊടുക്കും. പിന്നെ ഈ പൈസ അടക്കം പാലും തൈരും എല്ലാം വാങ്ങിയത് പല സാധനങ്ങളും വാങ്ങും. പിന്നെ അങ്ങനെ വാങ്ങിയതാണ്. ഞാൻ ഇല്ലാത്ത ഓട്ടോ കൂലി അടക്കം ഞാൻ കൊടുത്തു വിടുന്ന. ഈ ഗ്യാസൊക്കെ അവർക്ക് വേണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് കല്ലച്ചി പോയാലേ ഗ്യാസ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഉരുൾപൊട്ടലിൻ്റെ ദുരന്തം അനുഭവിച്ചു? അതെ. ഞാനെല്ലാം പീടിക വെള്ളം കയറി വരാം. അങ്ങനെ മറ്റ് സഹായങ്ങളൊക്കെ കൊണ്ട് കടയൊക്കെ തുടങ്ങി അങ്ങനെ ഒരു പുതിയൊരു അതിജീവനത്തിന്റെ വഴിയിലേക്ക്. അതെ. സിനിമയൊക്കെ ഇവിടെ ആദ്യമായിട്ടല്ലേ വരുന്നത് അല്ലേ? ആദ്യമായിട്ടാണ്. അപ്പൊ ഈ ജോജു ജോർജ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ജോജു എൻ്റെ കടയിൽ കയറിയിരുന്ന് പറഞ്ഞാണ് എത്ര പൈസ കിട്ടാണ്. അപ്പോൾ 1,02,000 ചില്ലറ രൂപയുണ്ട്. അപ്പോൾ ജോജു പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, അതേ നിങ്ങളുടെ പൈസയൊന്നും പോകുകയില്ല, പൈസ തരുമെന്ന് കടയിൽ കയറി ഇരുന്നിട്ട് പറഞ്ഞിട്ട് പോയതാണ്. അപ്പം നമ്മൾ അതിൽ കൂടുതലൊക്കെ എങ്ങനെ വിശ്വസിക്കുക ഒരാളെ?